ഹലോ എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് ലേണർ. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കൊമേഴ്സ്+1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ എക്സാമിന് എങ്ങനെ A+ മേടിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഫുൾ മാർക്സ് മേടിക്കാം എന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് പറയുന്നത്. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ടീച്ചർ പറഞ്ഞു തന്ന ടിപ്സൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് കാര്യം നിങ്ങൾ ഓർക്കുക, യു വിൽ ഗെറ്റ് ഇന്നഫ് ടൈം ടു റൈറ്റ്, സോ ലേൺ ഓൾ ദ പോയിൻറ്റ്സ് വെൽ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈം കിട്ടും എഴുതാനായിട്ട്. കാരണം എക്സാം 60 മാർക്സിലാണെന്ന് അറിയാലോ. അപ്പം നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. മെയിൻ പോയിൻറ്റ്സ് ആണ് വരുന്നത് അല്ലേ. എല്ലാത്തിലും മെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവും, അതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ എഴുതാനായിട്ട് ടൈമുള്ള സ്ഥിതിക്ക് നിങ്ങൾ മാക്സിമം നല്ല നല്ല പോയിൻറ്റ്സ് വെച്ച് പഠിച്ചിട്ട് പോവാം. മനസ്സിലായോ? ഇപ്പോൾ ടെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്സിനെ കുറിച്ചിട്ടും നല്ല പോയിൻറ്റ്സ് ഉണ്ട് ഇല്ലേ. മെയിനായിട്ട് വരുന്ന പോയിൻ്റ് അത് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സാമിന് എഴുതി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എഴുതാൻ കിട്ടുന്നതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും നന്നായിട്ട് പഠിച്ച് എഴുതണം. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം. ലേൺ ഓൾ ദ ഫിഗേഴ്സ് തറലി. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 ഫിഗേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറയും, പിന്നെ ടോപ്പോളജീസ്. ഈ പിക്ചേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. നോക്കിക്കോ, ഈ 4 പിക്ചേഴ്സിൽ നിന്ന് എന്തായാലും ചോദിച്ചിരിക്കും, ഷുവർ. ഈ പടം വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ട് പോകണം, മസ്റ്റാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള പിക്ചറിൽ ഏതെങ്കിലും 2 എണ്ണം അവർ ഫില്ല് ചെയ്യാതെ തന്നിട്ട് ബാക്കിയെല്ലാം തന്നിട്ടുണ്ടാവും. നിങ്ങളത് എഴുതണം. പിക്ചർ തന്നിട്ടുണ്ടാവും, നിങ്ങളതിൽ ഫില്ല് ചെയ്ത് എഴുതണം. അപ്പോൾ ഇതൊക്കെ ഓർഡറിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പഠിക്കണം. ടോപ്പോളജീസിൻ്റെ പിക്ചേഴ്സ് നന്നായിട്ട് പഠിക്കുക. പിക്ചേഴ്സ് പഠിച്ചിട്ട് പോകണം, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നോക്കാം, പ്രോസസ്ഡ് ഡാറ്റ എന്താണ് ഇൻഫർമേഷനാണ് അല്ലേ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും 1ാമത്തെ വയസ്സിനായിട്ട് ഇതായിരിക്കും വരാം. ഇത് ഈസി ആയിട്ടുള്ളൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എല്ലാവരും പഠിക്കണം. ഇനി പ്രോബ്ലംസിൻ്റെ നമ്പർ കുറവായിരിക്കും. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മൾക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കുറേ പ്രോബ്ലംസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോഴേ ഓർത്തിട്ട് പോവാം. നെക്സ്റ്റ് വൺ, സ്റ്റഡി ദ പ്രോഗ്രാംസ്, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. പ്രോഗ്രാംസ് എഴുതാൻ പഠിക്കണം. ഓക്കെ, ബേസിക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാമിംഗിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ അൽഗോരിതംസ്, അതായത് എങ്ങനെയാണ് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 അത് പഠിക്കണം, സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 അങ്ങനെ ആ ഒരു അൽഗോരിതം പഠിക്കണം. അൽഗോരിതം പഠിച്ചാൽ മാത്രം പോരാ, ഫ്ലോ ചാർട്ടും പഠിച്ചിട്ട് പോകണം. അൽഗോരിതമും ഫ്ലോ ചാർട്ടും ചോദിക്കാറുണ്ട്. പടം, ഓക്കെ, ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ പിക്ചർ. നെക്സ്റ്റ് വൺ, എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ്, കോമ്പോണൻറ്റ്സ് ഓഫ് ലൂപ്പ്, പാർട്സ് ഓഫ് ലൂപ്പ്. ഇത് 3ഉം സെയിം ആണ്. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ലൂപ്പ് എന്നൊക്കെ കണ്ടിട്ടില്ലേ. യെസ്, അപ്പോൾ ചോദ്യം എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ് എന്ന് ചോദിച്ചാലും കോമ്പോണൻറ്റ്സ് ഓഫ് ലൂപ്പ് എന്ന് ചോദിച്ചാലും പാർട്സ് ഓഫ് ലൂപ്പ് എന്ന് ചോദിച്ചാലും സെയിം ആണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കും, 100% ഞാൻ ഉറപ്പിച്ച് പറയാണ്. നെക്സ്റ്റ് വൺ, എല്ലാ വെരി ഈസി ക്വസ്റ്റ്യൻസും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. വെരി ഈസി ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതായത് ഇപ്പോൾ നോക്കിയേ, 4 ഫ്രീഡംസ്. ഓക്കെ, 4 ഫ്രീഡംസ്, 4 ഫ്രീഡംസിനെ പറ്റി പറയുന്നുണ്ട്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഈസി അല്ലേ? ഇത് പഠിക്കണം. ഓക്കെ, അതിനെപ്പറ്റി ഫ്രീഡം 0 എന്താണ്, ഫ്രീഡം 1 എന്താണ് എന്നൊക്കെ എന്തായാലും പഠിക്കണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3 ഇത്ര ഈസിയാണ്. 4 ഫ്രീഡംസ് ചോദിച്ചാൽ ഈ 4 ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3 എന്ന് എഴുതണം. അത് മറക്കരുത്, അത് പഠിക്കണം. പിന്നെ വാലിഡ് ഐഡൻറ്റിഫയേഴ്സ്, ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ്?
വാലിഡ് ഐഡൻറ്റിഫയേഴ്സിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ കീവേഡ് ആവരുത്. അതായത് 48 കീവേഡ്സ് ഉണ്ട്, അതിലത്തെ വാക്കുകളാവരുത്. ഇപ്പോൾ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ നോക്കിയേ, ഇൻഡ് എന്ന് തന്നു. ഇൻഡ് അത് വാലിഡ് ആണോ ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണെന്ന് ചോദിക്കാം. അപ്പോൾ ഇൻഡ് എന്നുള്ളത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. കാരണം അത് കീവേഡിൽ വരുന്നതാണ്. അതായത് 48 വാക്കുകളാണ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ 48 വാക്കുകളുണ്ട്, അതിൽ പെടുന്നതാവരുത്. പിന്നെ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റ്സ് വെച്ച് തുടങ്ങാൻ പാടില്ല. 1, 2, 3 ഡിജിറ്റ്സ് വെച്ച് തുടങ്ങാൻ പാടില്ല. ഒന്നുകിൽ ഏതെങ്കിലും ലെറ്റർ വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അണ്ടർലൈൻ അത് വെച്ചായിരിക്കണം തുടങ്ങാൻ. പിന്നെ ഡിജിറ്റ്സ് ഇടയ്ക്ക് വന്നതിന് കുഴപ്പമില്ല, പക്ഷെ തുടക്കത്തിൽ വരാതിരുന്നാൽ മതി. പിന്നെ ഈ കുത്ത്, കോമ, സെമി കോളൻ, ഇൻവെർട്ടഡ് കോമ, ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇതൊന്നും വരാൻ പാടില്ല. ബ്ലാങ്ക് സ്പേസ് ഇതൊന്നും വരാൻ പാടില്ല. സോ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഇത് ഒരു പാർട്ട് എയിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും പഠിക്കണം, ഈസിയാണത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് അക്ഷരം ലെറ്റർ ആണോ അണ്ടർസ്കോർ ആണോ എന്നൊക്കെ നോക്കണതിന് പറ്റില്ലേ? ആർക്കും പറ്റില്ലേ? ഓക്കെ ആണ്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഈ മൂന്നും. ഇങ്ങനത്തെ സിമ്പിൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ എന്തായാലും എല്ലാവരും പഠിക്കണം. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻസ് തറവായിട്ട് പഠിക്കണം. ഓക്കെ, ആൻസേഴ്സ് തറവായി പഠിക്കുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻസും തറവായിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയിണ്ടാവും, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല. അങ്ങനെ എല്ലാവരും മറക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ടൈപ്പ് മോഡിഫയേഴ്സിൻ്റെ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. എല്ലാവരും പഠിച്ചിട്ട് പോകും, പക്ഷെ അവിടെ എത്തുമ്പോൾ ടൈപ്പ് മോഡിഫയേഴ്സ് അതെന്താ എന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ ആൻസർ. ഇതേപോലെ തന്നെ മറന്നു പോണ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. നമ്മൾ 3.14 ഇതെന്തിൻ്റെ വാല്യൂ ആണ്? 3.14 പൈയുടെ വാല്യൂ ആണ്. പൈ അല്ലേ? പൈയുടെ വാല്യൂ 3.14 ആണ്. അപ്പോൾ ഈ പൈ എന്നൊക്കെ പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. പൈയുടെ വാല്യൂ എപ്പോഴും 3.14 അല്ലെങ്കിൽ 22/7 ആണ്. ഒരിക്കലും അത് മാറ്റം വരില്ല. അങ്ങനത്തെ വാല്യൂസൊക്കെ എഴുതുമ്പോൾ ഒരു കീവേഡ് ഉപയോഗിക്കും. അതിൻ്റെ പേരാണ് കോൺസ്റ്റ്. CONST, കോൺസ്റ്റ്. ഇത് അപ്പോൾ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളുടെ കീവേഡ് ചോദിക്കുമ്പോൾ കോൺസ്റ്റ് എന്നുള്ളതും ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോവും, അവിടെ ചെന്ന് മറന്നു. പിന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ മറക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. ഏതാണ്? ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇവിടെ നിന്ന് പഠിക്കും, അവിടെ ചെല്ലുമ്പോൾ മറക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചാലാണ് അവിടെ ചെല്ലുമ്പോൾ ഇത് ഓർമ്മ വരുള്ളൂ. അതേപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ, അതിൻ്റെ സിമ്പിൾ ഏതാണ്? ക്വസ്റ്റ്യൻ മാർക്കും കോളനും. കോളൻ എന്ന് പറഞ്ഞാൽ 2 ഡോട്ട്സ്. സോ ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ. ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയാലാണ് ആൻസർ ഇതാണെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് പോയാൽ മാത്രമാണ് ഇത് അവിടെ ചെല്ലുമ്പോൾ ഓർമ്മ വരുള്ളൂ. സോ ക്വസ്റ്റ്യനും പഠിക്കുക, ആൻസേഴ്സും പഠിക്കുക. നെക്സ്റ്റ്, നിങ്ങൾ ആൻസേഴ്സ് കണക്ട് ചെയ്ത് എഴുതണം. അതെത്രയേ ഉള്ളൂ. അൽഗോരിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറിൻ്റെ കൂടെ അൽഗോരിതത്തിൻ്റെ കൂടെ തന്നെ ഫ്ലോ ചാർട്ട് എന്താണെന്നും കൂടി എഴുതണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം ആണ് അൽഗോരിതം. അതിൻ്റെ കൂടെ തന്നെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ഇസ് കോൾഡ് ഫ്ലോ ചാർട്ട് എന്നും കൂടെ ആൻസറിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും എഴുതി കൊടുക്കണം. എന്തിനാണ്? അവർക്കൊരു ഇംപ്രഷൻ കിട്ടണം, ഈ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അങ്ങനെ കണക്ട് ചെയ്ത് എഴുതാൻ പറയുന്നത്. ചോദിച്ചിട്ടില്ലെങ്കിലും അത് വെച്ച് കണക്ട് ചെയ്ത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ടൈപ്സ് ഓഫ്, അതായത് എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി നിങ്ങൾ എഴുതണം. രജിസ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ടൈപ്സ് എഴുതണം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചേക്കുന്നതും കൂടെ അതിൽ കണക്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. എക്സാമ്പിൾസ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത്. ഓക്കെ, എന്ത് ചോദിച്ചാലും എക്സാമ്പിൾസ് എഴുതി കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റാണ്, ഓക്കെയാണ്, നിങ്ങൾക്ക് അത്രയും സ്കോർസ് കൂടുതൽ കിട്ടും. പിന്നെ ഫുൾ ഫോംസ് പഠിക്കണം. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് പഠിക്കേണ്ടതാണ്. HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് പഠിക്കണം. DNS
ഡൊമെയിൻ നെയിം സിസ്റ്റം. പിന്നെ ചോദിക്കാൻ പോണത് WWW, വേൾഡ് വൈഡ് വെബ്. ഇതൊക്കെ പഠിക്കാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുള്ള എക്സാമ്പിൾസ് പഠിക്കണം എല്ലാത്തിൻ്റെയും. പിന്നെ നോക്കേണ്ടത് ഫൗണ്ടറിൻ്റെ പേരുകൾ. ഇപ്പം നമുക്ക് കുറച്ചധികം അല്ല, ഒരു 3-4 ആളുകളുടെ ഫൗണ്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളൊരു സംഭവം, ഒരു മോഡൽ കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത് ജോൺ വോൺ ന്യൂമാൻ. WWW കണ്ടുപിടിച്ചത് ടിം ബെർണേഴ്സ് ലീ. പിന്നെ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് വിൻറ്റൺ ഗ്രേ സെർഫ്. പിന്നെ ഫൗണ്ടർ ഓഫ് C++, ജാൻ സ്ട്രൂസ്ട്രൂ. ഇത്രയും പേരുകൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് ജനറൽ ക്വസ്റ്റ്യൻസ് ഹാവ് കീ പോയിൻറ്റ്സ് ഇൻ ടെക്സ്റ്റ് ബുക്ക്. ജനറൽ ക്വസ്റ്റ്യൻസ് ഹാസ് എന്നാട്ടോ എഴുതിയേക്കണേ. ആക്ച്വലി ജനറൽ ക്വസ്റ്റ്യൻസ് ഹാവ് എന്നാണ് വരേണ്ടത്. ടൈപ്പ് ചെയ്തപ്പോൾ ഒരു തെറ്റ് പറ്റിയതാണ്. ഓക്കെ. ജനറൽ ക്വസ്റ്റ്യൻസിന് കീ പോയിൻറ്റ്സ് ടെക്സ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഈ ഗവർണൻസിൻ്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ നിന്നെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഐ നോ ദാറ്റ്. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടീച്ചറിൻ്റെ കയ്യിൽ ഈ ആൻസേഴ്സ് വാല്യൂ ചെയ്യാനായിട്ടുള്ള ആൻസർ കീ ഉണ്ടാവും. ആൻസർ കീയിൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിച്ചു എന്ന് അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് വെച്ച് തന്നെ ഇത് ആൻസർ ചെയ്യാൻ നോക്കുക. ജനറൽ പോയിൻറ്റ്സ് എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പോൾ അത് അടിപൊളി പോയിൻറ്റ്സ് തന്നെയാണ് ആയിരിക്കാം. വായിച്ചു നോക്കുന്ന ടീച്ചറിന് ഇവൻ പഠിച്ചിട്ടില്ല, ചുമ്മാ തട്ടിക്കൂട്ടി എന്തോ എഴുതിയേക്കുന്നതാണെന്നൊരു ഇംപ്രഷൻ ചിലപ്പോൾ വന്നേക്കാം. അതൊഴിവാവാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് തന്നെ, ഇതൊക്കെ എളുപ്പം ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് ഡിഫറൻസസ് പഠിക്കണം. എസ്പെഷ്യലി ഹബ് ആൻഡ് സ്വിച്ച്, റൂട്ടർ ആൻഡ് ഗേറ്റ്വേ, റാം ആൻഡ് റോം, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഇതിൻ്റെ എല്ലാം ഡിഫറൻസസ് പഠിക്കുക. നെക്സ്റ്റ് വൺ കീവേഡ്സ്. കീവേഡ്സ് ഞാൻ പറഞ്ഞു 48 കീവേഡ്സ് ഉണ്ട്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++ൻ്റെ ആൻസർ ആയിട്ടുള്ള ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ വോയിഡ്, ഈ 5ഉം കീവേഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻ, ടൈപ്സ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പഠിക്കുകയാണെങ്കിൽ തന്നെ കീവേഡ്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും എക്സാമ്പിൾസ് ആയിട്ട് ഇത് എഴുതാം. ഐഡൻറ്റിഫയേഴ്സ് വാലിഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതായത് കീവേഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് ഇൻവാലിഡ് ആയി പോകും. അപ്പോൾ കീവേഡ്സിലുണ്ടോ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ വോയിഡ് കീവേഡ്സ് ആണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആയതുകൊണ്ട് കീവേഡ്സ് ആണ്. അപ്പോൾ അത് വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് അല്ല. ഈ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബോൾഡ് ലെറ്റേഴ്സ് കൊടുക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് സംഭവം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തേക്കുന്നതാണോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഒരു മെയിൻ പോയിന്റ് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. വാട്ട് ഈസ് അൽഗോരിതം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് പഠിക്കുക. വാട്ട് ഈസ് ഫ്ലോ ചാർട്ട് എന്നുള്ളതിൻ്റെ മെയിൻ പോയിന്റ് പഠിക്കുക. വാട്ട് ആർ ടോക്കൺസ്, മെയിൻ പോയിന്റ് പഠിക്കുക. ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ഇതെല്ലാത്തിൻ്റെയും ഒരു മെയിൻ പോയിന്റ് പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ പോയിന്റ്, നല്ല വൃത്തിയായിട്ട് ബൈ ഹാർട്ടോ മനസ്സിലാക്കിയോ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നോക്കേണ്ടത് 5 PYQs ഏറ്റവും കുറഞ്ഞത് പഠിക്കണം. 5 കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു കുട്ടി 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് വായിച്ച പോലെയല്ല, പഠിക്കണം എന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. പഠിക്കണം. 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ ആൻസർ കീസും ഗൂഗിളിൽ അവൈലബിൾ ആണ്. എടുക്കുക, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി ബോണസ് പോയിന്റ് ഇതാണ്. ബോണസ് ടിപ്പ് 2021 PYQ, 2021 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണെന്നാണെങ്കിൽ അതിൽ 44 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോർമലി ഇപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 33 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. പക്ഷേ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ 44 ചോദ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത് വഴി തന്നെ കവർ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയാണ്, 2021 ക്വസ്റ്റ്യൻ പേപ്പർ നല്ല തറവായിട്ട് പഠിക്കുക.
സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. വേറെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കവർ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റ് 2021 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ സംഭവം നിങ്ങൾക്ക് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എക്സാമിന് ചോദിച്ചിരിക്കാം, ഐ എം ഷുവർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പഠിച്ച് എഴുതാണെന്നാണെങ്കിൽ കമ്പ്യൂട്ടറിന് ഫുൾ മാർക്സ് A+ൽ എത്തിയിരിക്കും. ഐ എം ഷുവർ, ഐ എം കോൺഫിഡൻറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.